അവിടുന്ന് പഠിപ്പിച്ചല്ലോ, ഒരാളൊരു തെറ്റ് ചെയ്താൽ, ഒരടിമ ഒരു തിന്മ പ്രവർത്തിച്ചാൽ, ഇദാ അഖ്തഅ ഖതിഅതൻ നുകിതത് ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ, അവൻ്റെ കൽബിൽ, ഹൃദയത്തിൽ ഒരു കറുത്ത പാട് വീഴും. അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയ ഒരു തിന്മ, ഞാൻ പറയട്ടെ, കാലഘട്ടം മുഴുവൻ അത് പ്രവർത്തിക്കുന്നു, സമൂഹം മുഴുവൻ അത് ചെയ്യുന്നു. പക്ഷെ അള്ളാഹിൻ്റെ ദീനിൽ അത് ഹറാമാണ്. നമ്മുടെ വീടും നാടും കുടുംബവും എല്ലാം അത് ചെയ്യുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതാണ്, നമ്മളത് ഒഴിവാക്കണം. നമ്മളത് പ്രവർത്തിച്ചാൽ ഹൃദയത്തിലൊരു കറുത്ത പാട് വീഴുമെന്നാണ് സത്യം മാത്രം പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണിത്. എന്താ നമുക്ക് നഷ്ടം എന്നാണ് നമ്മൾ ചിന്തിക്കുക. എന്തപ്പോൾ അതിന് പ്രശ്നം? ആരപ്പോൾ ചെയ്യാത്തത്? ഇക്കാലഘട്ടത്തിൽ എപ്പാക്ക് നോക്കി കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ന്യായം പറയൽ. എൻ്റെ കൂടെയുള്ളവർ അങ്ങനെയാണല്ലോ, വീട്ടിലിങ്ങനെയാണല്ലോ, ഇങ്ങനെ പല ന്യായങ്ങളും നമ്മൾ കണ്ടെത്തും. പക്ഷെ നമ്മൾ അറിയുന്നില്ല നമുക്കുണ്ടാകുന്ന നഷ്ടം. എന്താ നഷ്ടം? ഒരു തിന്മ പ്രവർത്തിച്ചാൽ, ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, അള്ളാഹുവിൻ്റെ ദീൻ ഹറാമായത്, നമ്മൾ അറിയാതെ അവിടെ ഒരു കറുത്ത പാട് വീഴും, ഒരു കറ പാടിക്കും. അവനത് തെറ്റാണെന്ന് മനസ്സിലാക്കി തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് അതിൽ നിന്ന് വിടവാങ്ങിയാൽ ആ പാടുമായും കൽബ് ശുദ്ധിയാകും. പക്ഷെ തെറ്റാണെന്ന ചിന്തയില്ലാതെ, ആരത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്താൽ തെറ്റാണെന്ന ചിന്ത പോലും ഇല്ലാതെ, അത് അംഗീകരിക്കാതെ, അതിനിപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താകും? തെറ്റിൽ നിന്ന് അവർ തെറ്റിലേക്ക് വീണ്ടും സഞ്ചരിക്കും, ചെയ്ത തെറ്റുകൾ തന്നെ വീണ്ടും ആവർത്തിക്കും. പറയണം, അവൻ ആ തെറ്റാവർത്തിക്കുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്താൽ അവൻ്റെ കൽബ് മുഴുവൻ, ഹൃദയം മുഴുവൻ ആ കറുത്ത പാട് വ്യാപിക്കും. ഹൃദയം കറുത്ത് കരിക്കട്ട പോലെയാകും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഹൃദയത്തിന് മുദ്ര വെക്കുന്ന അവസ്ഥ. സൂറത്തുൽ മുത്തഫിഫീനിൽ അല്ലാഹു പറഞ്ഞു, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. സംശയം വേണ്ട, അവരുടെ ഹൃദയങ്ങൾ ദീനും ഈമാനും ഇസ്ലാമും സുന്നത്തും ഒന്നും പ്രവേശിക്കാൻ പറ്റാത്ത രൂപത്തിൽ മുദ്ര വെക്കപ്പെട്ടിരിക്കുന്നു. എന്താ കാരണം? ബിമാ കാനൂ യക്സിബൂൻ, അള്ളാഹു വിലക്കിയ ഹറാമുകൾ അവർ അവരുടെ കൈകൾ കൊണ്ട് പ്രവർത്തിച്ചതിനാൽ. ഇതാണ് നമുക്ക് സംഭവിക്കുന്ന നഷ്ടം.